കുറെ നേരമായിട്ട് റോസ് റോസ് എന്ന് വിളിച്ച് നടക്കണേ മറ്റാണെന്നാ തോന്നണേ. റോസ് ഇത് കേസാ. റോസ് 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 കൊന്നത്തെങ്ങ് പൈസ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഹൈറ്റ് ഒക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആയിട്ടോ. സൂക്ഷിച്ചൊക്കെ മോളിൽ കൂടി ഹെലികോപ്റ്റർ ഒക്കെ പോകുന്ന തലയിലൊക്കെ ഒന്നിടിക്കും. നിങ്ങൾ ഇരട്ടകളാ? ഒന്ന് പോടാ അവിടെ കൊള്ളന്മാരോ വരും നേരം വെളുക്കുമ്പോ. റോസ് റോസ് ഒന്നുമില്ല, എനിക്ക് അമ്മയും പെങ്ങളെ കൊള്ളതാ. നോ ടച്ച്. എക്സ്ക്യൂസ് മീ. യെസ്. റോസ് റോസൊക്കെ ആ സൈഡിലാണല്ലോ. എന്താ റോസാപ്പൂവല്ലേ അന്വേഷിച്ചേ? അല്ല, ഞാൻ എന്റെ ക്ലാസ്മേറ്റിനെ നോക്കിയായിരുന്നു. നിങ്ങളാണോ എന്റെ ക്ലാസ്മേറ്റ് റോസ്? ക്ലാസ്മേറ്റിനെ കണ്ടറിഞ്ഞൂടെ? പുതിയ നമ്പർ ഇറക്കുക അല്ലേ? അല്ല, ആക്ച്വലി എന്താ അറിയോ, ഞാൻ ഈ ക്ലാസ്മേറ്റ്. വേഗം വിട്ടോ, ഇപ്പൊ എന്റെ ഹസ്ബൻഡ് വരും. താങ്ക് യു. യു വെൽക്കം. റോസ് 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 സംശയം തോന്നരുത് കേട്ടോ നടക്കുമ്പോ. ശരിക്കുള്ള റോസ് റോസ് ഡേ മറ്റാണോ? ഇറങ്ങിയിട്ടുണ്ട്. എന്താടാ പട്ടി? ഈശ്വര, മറിയാമ. ചേച്ചിയുടെ അടുത്തേക്ക് പോവാല്ലേ? അന്ന് എനിക്കിങ്ങനെ മനസ്സിലായി. കയ്യിൽ പോയിരിക്കുന്നുണ്ട് അറിഞ്ഞൂടെ? അതെ അതെ, കുഴിയിലേക്ക് കൈ നീട്ടി. ഞാൻ വന്നൂട്ടാ. അയ്യോ, പുറസ്ഥലത്ത് വെച്ച് ഉമ്മ കൊടുക്കുന്ന റാസ്കൽ. അവളല്ലാട്ടാ. ഇറങ്ങണില്ലേ? ഒന്നിറങ്ങ്. ആനപ്പുറത്ത് കയറിയിരിക്കണം. ഒരു നിമിഷം ഞാൻ കടയിൽ നിന്ന് മാറിയെന്ന് മനഃപൂർവ്വ. എന്റെ കണ്ണ് തെറ്റിയ അച്ഛൻ തോന്നിവാസിയായി പോവെന്നറിയാൻ. ആരുടെയോ കാരണവന്മാര് ചെയ്ത പുണ്യം കൊണ്ടാ രണ്ടുപേരുടെയും പുറകെ പാർക്ക് വരെ വരാൻ തോന്നിയത്. അവിടെ കിടക്ക്. ആത്മാർത്ഥ കൂട്ടുകാരൻ അൺഡ്രോയർ വിട്ട് ലോക്കപ്പിൽ നിന്ന് ഇങ്ങനെ ഏത്തുടനെ കണ്ടിട്ടാണല്ലോ വരുന്നത്. ഇനി അവിടെ പോയി നിൽക്കണോ? ഒന്ന് തെറ്റിയ കുറുക്കന്റെ കണ്ണ് കോഴിക്കൂട്ടില്ല. ആടാ, അത് പറഞ്ഞപ്പോഴാ ഓർത്ത വൈകുന്നേരത്തേക്ക് കോഴിയില്ല. ഇനി എന്തിനാ വേറെ കോഴി കൂട്ടി കിടക്കല്ലേ? വൈകിട്ട് വന്നിട്ട് പൊരിച്ചു തിന്നോളാം. അവിടെ കിടക്കാൻ. എന്നാണ് ഈ ഒരു കാര്യം മനസ്സിലായിക്കോ. വൈകുന്നേരം വരുമ്പോ എന്റെ പൊടി പോലും കാണത്തില്ല. ഞാൻ ബാക്ക് ഡോർ വഴി ഇറങ്ങി പോടാ കഴുതേ. ഹലോ, പവിയുണ്ടോ? ഇല്ലല്ലോ. ആരാണ്? മറന്നൂല്ലേ, ഇത് റോസ, പവിയുടെ ക്ലാസ്മേറ്റ്. ആശാൻ പള്ളിക്കൂടത്തിൽ പോലും ഇങ്ങനൊരു പെൺകുട്ടി കൂടെ പഠിച്ചിട്ടില്ല എന്ന് അവൻ പറഞ്ഞല്ലോ. അച്ഛന് പവിയെ വിശ്വാസം അല്ലേ? ഞാനും ഇങ്ങനെ ഒരിക്കൽ വിശ്വസിച്ചു പോയതാ കുഴപ്പമായത്. അതുകൊണ്ടാ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് പിരിയുമ്പോ കയ്യിൽ മോതിരം ഇടാൻ സമ്മതിച്ചത്. എന്നിട്ടിപ്പൊ പറയാ ആ മോതിരം പവിയുടേതല്ല, പവിക്ക് എന്നെ അറിയത്തേ ഇല്ല എന്നൊക്കെ. ദേ കൊച്ചേ, ഇത്ര നേരം ഞാൻ മിണ്ടാണ്ട് കേട്ടോണ്ടിരുന്നത് താനൊരു പെൺകുട്ടിയാണല്ലോ എന്ന് വിചാരിച്ചാ. ഇനി എന്റെ മോനെ പറ്റി അപവാദം പറഞ്ഞോണ്ടല്ലോ. ഇപ്പോഴും അച്ഛന് മകനെയാ വിശ്വാസം അല്ലേ? ശരി, വിശ്വസിച്ചോളൂ. പക്ഷേ നാളെ ഒരു കൊറിയർ കിട്ടിയാൽ പൊട്ടിക്കാൻ മറക്കണ്ടാട്ടോ. കൊറിയറോ? അല്ല, ഞാൻ ഇന്നലെയും പവിയെ കണ്ട് എന്നെ കെട്ടണമെന്ന് റിക്വസ്റ്റ് ചെയ്തിരുന്നേ. ഞാനതിന്റെ തെളിവുകൾ അങ്ങ് അയച്ചു തന്നേക്കാം. അപ്പൊ അച്ഛന് തന്നെ ബോധ്യാവുമല്ലോ മകന്റെ തനി നിറം. 1-2 ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു.
ഇതാരോടാ രണ്ടുപേരും കൂടി ഈ കുസൃതി? എനിക്ക് സപ്പോർട്ടിംഗ് റോളേ ഉള്ളൂ ടീച്ചർ. ദാ ഇവളാ സ്ക്രിപ്റ്റും ഡയലോഗും ഡയറക്ഷനും ഒക്കെ. എടി പാരേ. അഞ്ജു, ടീച്ചറിനെ ഈ നാടിനെയൊക്കെ വിട്ട് ഞാൻ അമേരിക്കയിലേക്ക് പറക്കാൻ കാരണക്കാരനാരാ? എന്തിനിപ്പ അയാളുടെ കാര്യം പറയണേ? ഞാൻ അയാളെ വീണ്ടും കണ്ടതുകൊണ്ട്. ഭാഗ്യത്തിന് കഥാനായകൻ എന്നെ കണ്ടില്ല. അപ്പൊ പിന്നെ അയാളെ ഒന്ന് വട്ടുകളിപ്പിക്കാതെ വിടാൻ പറ്റൂ ടീച്ചർ? അതെല്ലാം കഴിഞ്ഞ കാര്യങ്ങളല്ലേ കുട്ടി. പിന്നെ എന്തിനാ ആ തെമ്മാടികളുമായി ചെന്ന് മുട്ടുന്നേ? മാത്രമല്ല, ഒരു വിധത്തിൽ പറഞ്ഞ അയാൾ കാരണം നിനക്ക് നല്ലതല്ലേ വന്നിട്ടുള്ളൂ. നീ സ്റ്റേറ്റ്സിൽ പോയി, നിന്റെ മമ്മിയുടെയും ഡാഡിയുടെയും കൂടെ കഴിയാൻ പറ്റി, കുറെ കൂടി ബെറ്റർ എഡ്യൂക്കേഷൻ കിട്ടി. നീ വളരെ ബോൾഡായി. ഞാനും ഇതല്ലേ ഇവളോട് പറഞ്ഞു കൊടുത്തതാ ടീച്ചർ. പൊടി. ഞാനിതിനെല്ലാം അയാളോട് താങ്ക്ഫുൾ ആകേണ്ടതാ. സ്റ്റിൽ അയാളെ എനിക്കൊന്ന് ഭ്രാന്ത് പിടിപ്പിക്കണം ടീച്ചർ. ഇല്ലെങ്കിൽ ഞാനാകെ തോറ്റുപോയതുപോലെ തോന്നും. അഞ്ജു, അരുതെന്ന് പറയല്ലേ ടീച്ചർ, പ്ലീസ്. ടീച്ചർ അരുതെന്ന് പറഞ്ഞാൽ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അറിയാലോ. ഒരേ ഒരു ഫോൺ ബോംബ് കൂടി പ്ലാൻ ചെയ്തിട്ട് ഞാൻ നിർത്തിയേക്കാം, പ്ലീസ് ഡാ. നീ എന്താ വിചാരിച്ചേ? ആളെ വിളിച്ചു വരുത്തിട്ട് തൊട്ടിത്തരം കാണിക്കുന്നു. അയ്യോ പവി, എന്നെ ഒന്ന് വിശ്വസിക്കേ. ഞാൻ ഇന്നലെ പാർക്കിൽ വന്നപ്പോ കണ്ട കാഴ്ച എന്താണെന്നറിയോ? പവി ഒരു പെണ്ണുമായി കൊഞ്ചി കുഴിഞ്ഞു നിൽക്കുന്നു. എടി, കൊഞ്ചിക്കൊഴിഞ്ഞു നിന്ന ഞാനോ? ദേ എന്റെ തെളിവുണ്ട് പവി. പാർക്കിൽ ആ പെണ്ണുമായി കൊഞ്ചി കുഴിഞ്ഞതിന്റെ തെളിവുകൾ കൊറിയറിലാക്കി ഞാൻ വീട്ടിലേക്ക് അയച്ചിട്ടുണ്ട്. വേഗം ചെന്ന് കൈപ്പറ്റിക്കോ, ഇല്ലെങ്കിൽ ചിലപ്പോ അച്ഛന്റെ കിട്ടും. ആകെ പ്രശ്നാവും. ഈ വാലുമ്മേ തീ പിടിച്ച വാനരന്റെ കേട്ടിട്ടുണ്ടോ? എന്താ അത്? ഇപ്പൊ കാണാം, ദേ നോക്കിക്കോ. സമ്മതിച്ചു നിന്നെ. come on. അച്ഛാ, ആ, നീ എപ്പോ വന്നു? എനിക്കൊരു കൊറിയർ വന്നോ? ആര് പറഞ്ഞു? അവള് വിളിച്ചു പറഞ്ഞു. ആ റോസ്. നീ എന്തിനാ ഇന്നലെ പാർക്കിൽ പോയത്? അച്ഛനും നാരായണേട്ടനും വഴിതെറ്റി പോകുന്നുണ്ടോ എന്ന് നോക്കാൻ അല്ലേ? ആ. നീ ഇന്നലെ ഇട്ടിരുന്ന ഷർട്ടിന്റെ നിറം എന്താ? ബ്ലൂ. യെല്ലോ. വെറും യെല്ലോ അല്ല, ലൈറ്റ് യെല്ലോ. അച്ഛൻ എന്നെ വട്ടുപിടിപ്പിക്കേണ്ട കാര്യം പറ. ആ കൊറിയർ എവിടെ? നിനക്ക് ആ റോസിനെ അറിയില്ല? ഇല്ല. നീ അവൾക്ക് വിവാഹ വാഗ്ദാനം നടത്തിയിട്ടില്ല? ഇല്ലെന്ന്. മോതിരം കൈമാറിയിട്ടില്ല? എടാ, നുണ പറഞ്ഞാൽ നുണയാണെന്ന് എനിക്ക് മനസ്സിലാകണം. അത്തരം നുണകളല്ലേ ഞാൻ നിന്നോട് പറയാറുള്ളൂ. അച്ഛ പ്ലീസ്, എന്റെ തല പെരുക്ക്. അയ്യോ, ഇവള് അവള് ഭർത്താവ്. അപ്പൊ എപ്പ ഫോട്ടോ? എന്താ? എന്തു പറയുന്നു? അച്ഛാ, ഇത് ഞാൻ. ആ ഫോട്ടോയിൽ കാണുന്നത് നീ അല്ല എന്ന്. ആരാ? അഥവാ ആണെങ്കിൽ തന്നെ നിന്റെയും അവളുടെയും ഫോട്ടോ വെട്ടി ഒട്ടിച്ചതാണ്. അച്ഛൻ താൻ തോന്നിയാണ്, അനുസരണയില്ലാത്തവനാണ്, ചീത്ത കൂട്ടുകൂടി പൊല്ലാപ്പുണ്ടാക്കുന്നവനാണ്. എന്തായിരുന്നു ഇവിടെ കിടന്ന താണ്ഡവം? ആരാടാ ഇത്? നിനക്കെന്താ ഇവളുമായിട്ട് ബന്ധം? എടുക്കെടുക്ക്. അവളെ ഞാനിന്ന് ചോണയുണ്ടെങ്കിൽ നേരിട്ട് വാടി പുല്ലേ. നിനക്ക് എന്താ ചെയ്യേണ്ടെന്നറിയോ? നല്ല മുള്ളുമുരുക്കിന്റെ പത്തലൊടിച്ച് രണ്ട് കാലും പിടിച്ച് പിടിക്കാതെ മോന്തിക്കിട്ട് ഉരക്കിയ വേണ്ടത്. എന്താണ് നിന്റെ ഉദ്ദേശം? ആരാണ് നിന്റെ പിന്നില്? സർ, ഇത് ഞാനാണ്, സോഫി. സോഫിയോ? സോഫി? ആ, സോഫിയായിരുന്നോ? സോഫിയ, സോറി അച്ഛാ. എന്താടോ? സാറിനെ കാണാൻ ഇവിടെ ഒരാൾ വന്നിരിക്കുന്നു, ഒരു മിസ് റോസ്. ഞാൻ എന്താ പറഞ്ഞു? അവൾ അവിടെ ഉണ്ടെന്ന്. ഇന്ന് ഞാൻ തീർത്തു തരാം. ഫോട്ടോ അവിടെ.
അച്ഛൻ നോക്കിക്കോ, അവളുടെ അമ്മൂമ്മയുടെ റോസ് ഒന്ന് ചെമ്പരത്തേക്ക് കൊടുക്കും ഞാൻ. ആ